ഹൈ ഓൾ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റിലേഷൻ definition. Let A and B be any two sets. Let A and B be any two sets. Then any subset of A cross B. Any subset of A cross B is called a relation from A to B. Relation from A to B. If the subset of A cross A is called relation on A. Relation on A. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ A ഒരു സെറ്റാന്ന് വിചാരിക്കുക. സപ്പോസ് A is 1, 2, 3 and B is 4, 5. A cross B എഴുതി. A cross B യിൽ എന്തൊക്കെ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 6 എലമെന്റ്സ് ഉണ്ടാവും. 1, 4, 1, 5, 2, 4, 2, 5, 3, 4, 3, 5. A cross B യിൽ 3 എലമെന്റ്സ്. ഞാൻ A cross B യുടെ ഒരു സബ്സെറ്റ് എഴുതി. എന്താ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ A cross B യിൽ നിന്ന് കുറച്ച് എലമെന്റ്സ് മാത്രം ചൂസ് ചെയ്തിട്ട് ഒരു സെറ്റ് എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് A cross B യുടെ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് some R equal to 1, 4, 1, 5. ഓക്കെ, R എന്ന് പറയുന്നത് 1, 4, 1, 5 ആണ് വിചാരിക്കും. അപ്പോ R എന്ന് പറയുന്നത് എന്താണ്? A cross B യുടെ ഒരു സബ്സെറ്റ് ആണ്. A cross B യുടെ ഒരു സബ്സെറ്റ് ആണ്. അതായത് ആറിലുള്ള എലമെന്റ്സ് എല്ലാം എവിടെയുണ്ട്? A cross B യിലുണ്ട്. ഓക്കെ, അപ്പോ R is a relation from A to B എന്ന് പറയും. R is a relation from A to B. ഇവിടെ റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് A cross B യുടെ ഏത് സബ്സെറ്റ് എടുത്താലും അതൊരു റിലേഷനാണ്. എവിടെ നിന്ന്? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ. അപ്പൊ A എന്ന് പറയുന്ന സെറ്റ് 1, 2, 3 ആണ്. B എന്ന് പറയുന്ന സെറ്റ് 4, 5 ആണെങ്കിൽ A cross B യിലുള്ള എലമെന്റ്സ് ഏതെങ്കിലും 2, 3 എലമെന്റ്സ് എടുത്ത് ഞാനൊരു സെറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? റിലേഷൻ ഫ്രം A to B എന്ന് പറയും. ഓക്കെ, അപ്പൊ വാട്ട് ഇസ് എ റിലേഷൻ ഫ്രം A to B? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് A cross B. അപ്പൊ എനി സബ്സെറ്റ് ഓഫ് A cross B is called a relation from A to B. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനി സബ്സെറ്റ് ഓഫ് A cross B. A cross B യുടെ ഏത് സബ്സെറ്റ് വേണമെങ്കിലും ആകാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡെഫിനിഷൻ. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് A cross B. ഒരു എക്സാമ്പിൾ നോക്കാം. With let A equal to example. Let A equal to 2, 3, 4. B equal to 4, 5. A equal to 2, 3, 4. B equal to 4, 5. ഇനി ഒന്നാമത്തെ ഒരു empty set. Empty set. Empty set is a subset of any set. Empty set is a subset of any set. Empty set is a subset of any set. 5 means empty set. എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത കളക്ഷൻ. എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത കളക്ഷൻ തന്നെയാണ് നമ്മൾ empty set എന്ന് പറയാം. Empty set is a subset of any set. Empty set is a subset of any set. So empty set is a subset of A cross.
ഏത് സെറ്റിന്റെയും സബ്സെറ്റ് ആണ് എംപ്റ്റി സെറ്റ്. അതുകൊണ്ട് എ ക്രോസ് ബിയുടെയും സബ്സെറ്റ് ആണ്, വിച്ച് ഇംപ്ലൈസ് എംപ്റ്റി സെറ്റ് ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. റിലേഷൻ ഫ്രം എ ടു ബി. അപ്പൊ ഏത് സെറ്റ് എയും ബിയും എടുത്താലും എയിൽ നിന്ന് ബിയിലേക്ക് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിട്ട് ആരുണ്ടാവും? എംപ്റ്റി സെറ്റ് ഉണ്ടാവും. ഓക്കെ, ആ റിലേഷനെയാണ് എന്ത് പറയുക? ദാറ്റ് റിലേഷൻ ഇസ് നോൺ ആസ് empty relation. That relation is known as empty relation. Empty relation. Empty relation എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എയും ബിയും ഏതെങ്കിലും രണ്ട് സെറ്റ്സ് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എഴുതി കഴിഞ്ഞാൽ എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ഒബ്വിയസ്ലി ഏതായിരിക്കും? എംപ്റ്റി സെറ്റ് ആയിരിക്കും. കാരണം എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് ഏത് സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റ് ആണ്. എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് ഏത് സെറ്റ് എടുത്താലും അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ ആ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? എ ക്രോസ് ബി എന്ന് പറയും. അതായത് ആ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാ? എംപ്റ്റി റിലേഷൻ എന്ന് പറയാം. അപ്പൊ എംപ്റ്റി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് എനി സെറ്റ് ആണ്. സോ എംപ്റ്റി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. എ ക്രോസ് ബിയുടെയും എംപ്റ്റി സെറ്റ് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ്. അതുകൊണ്ട് എ ക്രോസ് ബിയുടെയും സബ്സെറ്റ് ആണ്. അതുകൊണ്ട് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആണ്. ആ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാ? എംപ്റ്റി റിലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഏത് രണ്ട് സെറ്റ് എടുത്താലും അതിൽ നിന്ന് ആ രണ്ട് സെറ്റ് തമ്മിലൊരു റിലേഷൻ നമുക്ക് പറയാം. ആ റിലേഷൻ ഏതാണ്? എംപ്റ്റി റിലേഷൻ. ഇനി വേറൊരു സെറ്റ് വെറും 2,4 നേടി. 2,4 R1 എന്ന് വിളിച്ചു. R1 എ ക്രോസ് ബി ചെയ്ത എ ക്രോസ് ബി എന്താ? എ ക്രോസ് ബി എന്താ വരിക ഇവിടെ? 2, 4, 2, 5, 3, 4, 3, 5, 4, 4, 4, 5. ഇതാണ് എ ക്രോസ് ബി. ആൻഡ് 2, 4 ഈസ് ആൻ എലമെന്റ് ഓഫ് എ ക്രോസ് ബി. 2, 4 എവിടെയുണ്ട്? എ ക്രോസ് ബിയിൽ ഉണ്ട്. സോ R1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. R1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇറ്റ് ഇംപ്ലൈസ് R1 ഈസ് എ റിലേഷൻ. R1 ഈസ് എ റിലേഷൻ. R1 is a relation. It's a relation from A to B. Relation from A to B. So, relation ആണോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? So, R is a relation from R1. അല്ലെ? R1 is a relation from A to B. എന്തുകൊണ്ടാണ് R1 relation ആയത്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ എ ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റ് എടുത്താലും ദാറ്റ് ഈസ് എ റിലേഷൻ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ 2, 4, 2, 5. ഇതിനെ ഞാൻ R2 എന്ന് വിളിച്ചു. R2. ക്ലിയർലി 2, 4 എവിടെയുണ്ട്? എ ക്രോസ് ബിയിലുണ്ട്. 2, 5 എവിടെയുണ്ട്? എ ക്രോസ് ബിയിലുണ്ട്. സോ R2 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ്. R2 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇറ്റ് ഇംപ്ലൈസ് R2 ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. Relation from A to B. R2 is a relation from A to B. Okay. A cross B യുടെ സബ്സെറ്റ് ആണ് R2. അതുകൊണ്ട് R2 എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻ ഫ്രം A to B. ഓക്കെ, ഇതുപോലെ നമ്മൾ ഏത് സബ്സെറ്റ് ചെയ്യാലും നമുക്ക് എന്താണ് നോക്കാം? റിലേഷൻ ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇങ്ങനെ ഒരു സെറ്റ് എഴുതിയിരിക്കും. Suppose D R3 equal to 5, 4, 5, 5. 5, 4, 5. 5, 4 A cross B ഇല്ല. 5, 5 A cross B ഇല്ല. അപ്പൊ ഏതെങ്കിലും ഒന്നില്ലാതിരുന്നാൽ മതി. 5, 4 is not element of A cross B, which implies R3 is not a subset of A cross B. R3 എന്തല്ല? സബ്സെറ്റ് എന്നുള്ളതിന്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്. A സബ്സെറ്റ് ഓഫ് B ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുക.
ഓക്കെ, അപ്പോൾ R3 is not a subset of A cross B. നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിഹ്നം ഇട്ടിട്ട് ഇങ്ങനെ ഒരു വര വയ്ക്കും. അപ്പോൾ R3 is not a subset of A cross B. സോ നമുക്ക് എന്ത് പറയാം? സോ R3 is not a relation. R3 is not a relation from A to B. റിലേഷൻ അല്ല. അപ്പോൾ റിലേഷൻ ആണെങ്കിൽ അത് A cross B യുടെ സബ്സെറ്റ് ആയിരിക്കണം. റിലേഷൻ അല്ലെങ്കിൽ അത് A cross B യുടെ സബ്സെറ്റ് ആവാൻ പാടും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് റിലേഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് എയും ബിയും രണ്ട് സെറ്റ് തരും. നമ്മൾ A ക്രോസ് ബി എഴുതണം. A ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി. അത് എങ്ങനെ എഴുതേണ്ടത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. A ക്രോസ് ബി എഴുതിയ ശേഷം നമുക്കൊരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ, ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ അത് റിലേഷൻ ആണോ എന്ന് എങ്ങനെ നോക്കും? അത് A ക്രോസ് ബിയിൽ ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, ആ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും A ക്രോസ് ബിയിൽ ഉണ്ടെങ്കിൽ അതൊരു റിലേഷൻ ആണ്. ഏതെങ്കിലും ഒരു എലമെന്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എലമെന്റോ A ക്രോസ് ബിയിൽ ഇല്ലെങ്കിൽ അതെന്താവില്ല? റിലേഷൻ ആവില്ല. ഓക്കെ, ഈ ഒരു റിസൾട്ട് let A and B be any two sets with cardinality M and N respectively. M and N respectively. എയുടെ കാർഡിനാലിറ്റി M ആണ്, ബിയുടെ കാർഡിനാലിറ്റി N ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്. ദെൻ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ഓക്കെ, റിസൾട്ടിനേക്കാളും നല്ലത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. Then how many relations are possible? How many relations are possible from A to B? എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് പോസിബിൾ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എന്താ വരിക? ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് എയും ബി രണ്ട് സെറ്റ്സ്. എയുടെ കാർഡിനാലിറ്റി M ആണ്. എയുടെ കാർഡിനാലിറ്റി മീൻസ് വാട്ട്? എയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് M ആണ്. ബിയുടെ കാർഡിനാലിറ്റി N ആണ്. അതായത് ബിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് N ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് പോസിബിൾ ആണ്? നമുക്ക് എന്താ അറിയാം? നമ്പർ കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി എത്രയാണ്? കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി MN ആണ് അല്ലെ? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. എയിൽ M എലമെന്റ്സും ബിയിൽ N എലമെന്റ്സും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ MN എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? MN ആണ്. കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി ഈസ് MN. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സബ്സെറ്റ്സ് ആർ പോസിബിൾ ഫോർ MN? ഹൗ മെനി സബ്സെറ്റ്സ് ആർ possible for A cross B? അതായത് എക്ക് എയുടെ കാർഡിനാലിറ്റി N ആണെങ്കിൽ, സപ്പോസ് എ ഹാസ് കാർഡിനാലിറ്റി N പകരം K ആണെന്ന് വിചാരിച്ചോ. എയുടെ കാർഡിനാലിറ്റി K ആണെങ്കിൽ എക്ക് എത്ര സബ്സെറ്റ് പോസിബിൾ ആണ്? 2k സബ്സെറ്റ്സ് പോസിബിൾ ആണ്. അതായത് 2k സബ്സെറ്റ്സ് പോസിബിൾ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. അതായത് ഒരു സെറ്റിൽ 5 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ സെറ്റിന് 2/5 സബ്സെറ്റ്സ് പോസിബിൾ ആയിരിക്കും. ഓക്കെ, ഒരു സെറ്റിൽ 100 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് 2/100 സബ്സെറ്റ്സ് പോസിബിൾ ആയിരിക്കും. അപ്പൊ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സ് പോസിബിൾ ആണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ഈസ് 2/mn സബ്സെറ്റ്സ് പോസിബിൾ ആണ്. 2/mn സബ്സെറ്റ്സ് ആർക്ക് പോസിബിൾ ആണ്? എ ക്രോസ് ബിക്ക് പോസിബിൾ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞതാണ് എയും ബിയും രണ്ട് സെറ്റ്സ്. എയുടെ കാർഡിനാലിറ്റി M ആണ്, ബിയുടെ കാർഡിനാലിറ്റി N ആണ്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം എ ക്രോസ് ബി എടുത്തു. എ ക്രോസ് ബിയിൽ MN എലമെന്റ്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിക്ക് 2/mn സബ്സെറ്റ്സ് പോസിബിൾ ആണ്. 2/mn സബ്സെറ്റ്സ് പോസിബിൾ ആണ്. എ ക്രോസ് ബിയുടെ ഓരോ സബ്സെറ്റും ഓരോ റിലേഷൻസ് ആണ്. എ ക്രോസ് ബിയുടെ ഓരോ സബ്സെറ്റ്സും ഓരോ റിലേഷൻസ് ആണ്. അതുകൊണ്ട് എ ക്രോസ് ബിക്ക് എത്ര റിലേഷൻസ് ഉണ്ടാവും? 2/mn റിലേഷൻസ് ഉണ്ടാവും. സോ ആൻസർ ഈസ് 2/mn. ഓക്കെ, ഒന്നുകൂടെ പറയാം. എയുടെ കാർഡിനാലിറ്റി M ആണ്. എയിൽ M നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്.
ബിയിൽ n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് പോസിബിൾ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബിയുടെ കാർഡിനാലിറ്റി എത്രയാ? എയിൽ എമ്മും ബിയിൽ എന്നും ആണെങ്കിൽ എ ക്രോസ് ബിക്ക് mn നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് എ ക്രോസ് ബിയിൽ ഉണ്ടാവുക. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എയിൽ 2 എലമെന്റ്സും ബിയിൽ 3 എലമെന്റ്സും ആണെങ്കിൽ എ ക്രോസ് ബിയിൽ 6 എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ എയുടെ കാർഡിനാലിറ്റി എമ്മും ബിയുടെ കാർഡിനാലിറ്റി എന്നും ആണെങ്കിൽ എ ക്രോസ് ബിക്ക് mn നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2mn സബ്സെറ്റ്സ് ഉണ്ടാവും. അതായത് റിസൾട്ട് ആണ്. അതായത് ഒരു സെറ്റിൽ k നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ സെറ്റിന്റെ എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2k സബ്സെറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അതായത് അതിന്റെ പവർ സെറ്റിൽ 2k എലമെന്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എ ക്രോസ് ബിക്ക് mn എലമെന്റ്സ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2mn സബ്സെറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എ ക്രോസ് ബിക്ക് 2mn സബ്സെറ്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഓരോ സബ്സെറ്റും ഓരോ റിലേഷൻസ് ആണ്. സോ എയിൽ നിന്ന് ബിയിലേക്ക് 2mn റിലേഷൻസ് ഉണ്ടാവും. 2mn റിലേഷൻസ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഇഫ് A has a cardinality m and B has cardinality n, then there exist 2mn relations from A to B. അതായത് 2mn relations എയിൽ നിന്ന് ബിയിലേക്ക്. അതുപോലെ തന്നെ ബിയിൽ നിന്ന് എയിലേക്കും എത്ര ഉണ്ടാവും? 2mn സബ്സെറ്റ്സ് ഉണ്ടാവും. ബിയിൽ നിന്ന് എക്ക് സെയിം ആയിരിക്കും. എയിൽ നിന്നുള്ള നമ്പർ ഓഫ് റിലേഷൻസ്, പോസിബിൾ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി is equal to ബി എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും സെയിം നമ്പർ ഓഫ് റിലേഷൻസ് ആണ് ഉണ്ടാവുക. അതായത് 2mn തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ. ഫോർ ബി ഈക്വൽ ടു എക്സാമ്പിൾ for b equal to 1 2 a equal to empty set 1 2 1 2. this is the p of b, that is power set of b. എന്താണ് പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ? ബിയുടെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷൻ. ബിയുടെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനെയാണ് എന്ത് പറയാ? പവർ സെറ്റ് എന്ന് പറയാം. അപ്പൊ ബിയിലെ എലമെന്റ്സ് 1ഉം 2 ആണെങ്കിൽ ബിയുടെ പവർ സെറ്റുകൾ എന്ന് പറഞ്ഞാൽ എംപ്റ്റി സെറ്റ് വരും, 1 മാത്രമുള്ള ഒരു സെറ്റ് വരും, 2 മാത്രമുള്ള ഒരു സെറ്റ് വരും, 1ഉം 2ഉം ഉള്ള ഒരു സെറ്റ് വരും. അപ്പൊ അങ്ങനെയുള്ള ഈ സെറ്റുകളുടെ മൊത്തം കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പവർ സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എ എന്നാണ്. അപ്പൊ എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പവർ സെറ്റ് ഓഫ് ബി ആണ്. എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പവർ സെറ്റ് ഓഫ് ബി ആണ്. ഓക്കെ, അങ്ങനെ റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു empty set comma empty set, empty set comma set 1. ഓക്കെ, ഇവിടെ empty set ഒരു എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എ ക്രോസ് എ നോക്കുക. എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? എ ക്രോസ് എ empty set comma empty set, പിന്നെ empty set comma 1 set 1. ഇങ്ങനെ പോവും. ഓക്കെ, ഇങ്ങനെ empty set comma 2, empty set comma 1 comma 2, പിന്നെ 1 comma 1 1 comma 2, അങ്ങനെ ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 16 എണ്ണം ഉണ്ടാവും. 16 എണ്ണം. ഓക്കെ, അതിലെ ചില എലമെന്റ്സ് മാത്രം എഴുതിയിരിക്കാം. empty set comma 1 എഴുതി, പിന്നെ empty set comma 2, പിന്നെ empty set comma 1 2, പിന്നെ 1 1 1 1 2, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഇത്ര ഞാൻ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് empty set മാത്രമല്ല. empty set ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്ന കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് ആണ്. empty set ഇവിടെ ഇതൊക്കെ ഓർഡേഡ് പെയേഴ്സ് ആണ്. ഇതെല്ലാം ഓർഡേഡ് പെയേഴ്സ് ആണ്. ഇതിലെ ഫസ്റ്റ് എലമെന്റ് empty set ആണ്, സെക്കൻഡ് എലമെന്റ് empty set ആണ്. ഇവിടെ ഫസ്റ്റ് എലമെന്റ് empty set ആണ്, സെക്കൻഡ് എലമെന്റ് സെറ്റ് 1 ആണ്. ഇവിടെ ഫസ്റ്റ് എലമെന്റ് empty set ആണ്, സെക്കൻഡ് എലമെന്റ് സെറ്റ് 2 ആണ്.
ഇവിടെ ഫസ്റ്റ് എലമെന്റ് എം ടി സെറ്റ് ആണ്, സെക്കൻഡ് എലമെന്റ് സെറ്റ് 1,2 ആണ്. ഓക്കെ, ഇതെല്ലാം എവിടുത്തെ എലമെന്റ്സ് ആണ്? എയിലുള്ള എലമെന്റ്സ് ആണ്. അതുകൊണ്ട് ദിസ് ഈസ് ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ഇതെല്ലാം എവിടുത്തെ എലമെന്റ് ആണ്? എ ക്രോസ് എയിലെ എലമെന്റ്സ് ആണ്. അതായത് എം ടി സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2 എല്ലാം എയിലുണ്ട്. സോ അതിന്റെ ഓർഡേർഡ് പെയേഴ്സ് എല്ലാം എവിടെ ഉണ്ടാവും? എ ക്രോസ് എയിലുണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മൾ ഒരു സെറ്റ് എഴുതി 1, 2, 3 എഴുതി കഴിഞ്ഞാൽ 1, 1, 1, 2 ഇതൊക്കെ എവിടെ ഉണ്ടാവും? ഓർഡർ പെയർ 1, 1, ഓർഡർ പെയർ 1, 2, ഓർഡർ പെയർ 1, 3 ഇതൊക്കെ എവിടെ ഉണ്ടാവും? ഇതെല്ലാം എ ക്രോസ് എയിലുണ്ടാവും. അതുപോലെ ഇവിടെ 1, 2, 3ക്ക് പകരം ഇവിടെ എം ടി സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1,2 ഇത് ഉള്ളിലുള്ള എലമെന്റ്സ് തന്നെ ഒരു സെറ്റാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഓർഡർ പേഴ്സ് ഒന്ന് എം ടി സെറ്റ് കോമ എം ടി സെറ്റ്, പിന്നെ എം ടി സെറ്റ് കോമ സെറ്റ് 1, പിന്നെ എം ടി സെറ്റ് കോമ സെറ്റ് 2, പിന്നെ എം ടി സെറ്റ് കോമ സെറ്റ് 1, 2. ഓക്കെ, ഇതെല്ലാം എന്തിന്റെ എവിടുത്തെ എലമെന്റ്സ് ആണ്? എ ക്രോസ് എയിലെ എലമെന്റ്സ് ആണ്. സോ ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ഓക്കെ, ഓക്കെ, സോ ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ആർ ഈസ് എ റിലേഷൻ ഓൺ എ. ഓക്കെ, അപ്പൊ ഒരു സെറ്റ് തന്നാൽ ആ സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുക. ആ സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിനെ അതുമായിട്ട് തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുക, ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് എ ക്രോസ് എ കിട്ടും. എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റ് എഴുതിയാൽ അതെന്താണ്? റിലേഷൻ ഓൺ എ ആണ്. റിലേഷൻ ഓൺ എ ആണ്. ഓക്കെ, റിലേഷൻ ഓൺ എ ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് ഈ സെറ്റ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സബ്സെറ്റ് റിലേഷൻ ഡിഫൈൻ ചെയ്യും. സബ്സെറ്റ് റിലേഷൻ. ഓക്കെ, എന്താണ് സബ്സെറ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി നിൽക്കും. നമ്മളൊരു റിലേഷൻ, ഒരു സെറ്റ് എഴുതി. എ എന്ന് പറയുന്ന സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2 ഇതാണ് എൻ്റെ ഒരു സെറ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു സെറ്റാണ്. ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് ആർ ബി ഡിഫൈൻഡ് ദാറ്റ് x is related to y. x ഒരു സെറ്റ്, y ഒരു സെറ്റ്. x is related to y if x is a subset of y എന്ന് ഞാൻ പറഞ്ഞാണ്. ഇവിടെ ഏതൊക്കെ റിലേഷൻസ് ആണ് പോസിബിൾ? ഇവിടെ ഉണ്ടാവുന്ന റിലേഷൻസ് ഏതൊക്കെയാണ്? 1ഉം 2ഉം റിലേറ്റഡ് ആയിരിക്കോ? ആയിരിക്കില്ല. കാരണം എന്താണ്? 1 എന്തിന്റെ സബ്സെറ്റ് അല്ല? സെറ്റ് 1 ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 2. അതുകൊണ്ട് ഇത് തമ്മിൽ എന്തായിരിക്കില്ല? റിലേറ്റഡ് ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ ഓർഡർ പേഴ്സ് ഏതൊക്കെ ഓർഡർ പേഴ്സ് ആണ് ഇവിടെ വരിക? സെറ്റ് 1, സെറ്റ് 1, 2, പിന്നെ സെറ്റ് 2, സെറ്റ് 1, 2. ഓക്കെ, അപ്പൊ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? സെറ്റ് 1ഉം സെറ്റ് 1, 2ഉം ആ ഒരു ഓർഡർ പെയർ, പിന്നെ സെറ്റ് 2ഉം സെറ്റ് 1, 2. കാരണം എന്താണ്? പിന്നെ ഒന്നുകൂടെ എഴുതാം. ഒന്നുകൂടെ ഉണ്ടാവും. ഏതാണ്? സെറ്റ് 1, 2, സെറ്റ് 1, 2. സെറ്റ് 1, 2, സെറ്റ് 1, 2. ഓക്കെ, അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് എ ക്രോസ് എ എന്താ? ഇവിടെ എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ ഓർഡർ പെയർ സെറ്റ് 1, സെറ്റ് 1, സെറ്റ് 1, സെറ്റ് 2 ഇങ്ങനെയൊക്കെ എഴുതാം. സെറ്റ് 1, സെറ്റ് 1, 2 ഇങ്ങനെ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 9 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇതിലുള്ള ഇത് എവിടെയുണ്ട്? ഇത് എ ക്രോസ് എയിലുണ്ട്. സെറ്റ് 1, 2. സെറ്റ് 2, സെറ്റ് 1, 2 എവിടെ ഉണ്ടാവും? എ ക്രോസ് എയിൽ ഉണ്ടാവും. സെറ്റ് 1, 2, സെറ്റ് 1, 2 എവിടെ ഉണ്ടാവും? എ ക്രോസിൽ ഉണ്ടാവും. അപ്പോ ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എന്താണ്? എ ക്രോസ്. സോ ആർ ഈസ് എ റിലേഷൻ. ഇതിനെയാണ് നമ്മൾ സബ്സെറ്റ് റിലേഷൻ എന്ന് പറയുന്നത്. സബ്സെറ്റ് റിലേഷൻ. എന്താണ് സബ്സെറ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ സബ്സെറ്റ് വെച്ചിട്ട് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യണം. അതായത് ഒരു
എലമെന്റ് വേറൊരു എലമെന്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ആ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ്സ് ആയിരിക്കും. ഇവിടെയൊക്കെ സെറ്റുകളാണ് എലമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റും മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണെങ്കിൽ അത് തമ്മിൽ റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്സെറ്റ് റിലേഷൻ എന്ന് പറയും. ഇത്രയും കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പ്രോബ്ലംസ് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു റിലേഷൻ. റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ആ ഒരു സെറ്റും വേറൊരു സെറ്റും തന്നാൽ നമുക്ക് അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതാം. ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിലേഷൻ എന്ന് പറയും. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ സബ്സെറ്റ് ആണ് എന്ത്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് എന്ത്? റിലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു സെറ്റും രണ്ട് സെറ്റ്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുക. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് എഴുതി കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? റിലേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒരു സെറ്റ് എഴുതി, ആ സെറ്റിലെ എലമെന്റ്സ് തന്നെ സെറ്റാണ് എന്ന് വിചാരിക്കാം. സെറ്റിലെ എലമെന്റ്സ് തന്നെ സെറ്റ് ആണെങ്കിൽ അത് തമ്മിൽ ഞാൻ റിലേറ്റ് ചെയ്യുന്നത് സബ്സെറ്റ് വെച്ചിട്ടാണെങ്കിൽ ആ റിലേഷനെ നമ്മൾ എന്ത് പറയും? സബ്സെറ്റ് റിലേഷൻ എന്ന് പറയും. ഓക്കെ, അതായത് ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് തമ്മിൽ റിലേറ്റഡ് ആണ് എന്ന് പറയും. അപ്പോൾ അവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പൊ പറഞ്ഞ സബ്സെറ്റ് റിലേഷൻ ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, എന്താണ് ഞാൻ എഴുതിയിട്ടുള്ളതെന്ന് ഒന്ന് വിശദീകരിച്ച് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇതിൽ കുറച്ച് മനസ്സിലാക്കാനുണ്ട്. അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുറെ ലോജിക് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. എളുപ്പത്തിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഒന്നുമല്ല. എന്നാലും നിങ്ങൾക്ക് പഠിക്കാം, ഈസിയാണ്. കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇന്ന് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം, ഒരു പ്രോബ്ലം തരാം. നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു പ്രോബ്ലം തരാം. ഓക്കെ, ഇന്ന് പ്രോബ്ലം ഇല്ല, നാളെ പ്രോബ്ലം തരാം. കുറച്ചും കൂടെ പഠിച്ച ശേഷം പ്രോബ്ലത്തിലേക്ക്